72 ചോദ്യം തന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതായി വലുതേത്? അപ്പൊ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് വലുത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനകത്ത് 48ഉം അതുപോലെ തന്നെ 60നെ 2 സെക്ഷനായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ 48ന്റെ 3/4 ആണോ അതോ 48ന്റെ 4/3 ആണോ ചോദിച്ചിരിക്കുന്നത് ആദ്യം തന്നെ. അങ്ങനെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ 3/4 എന്ന് പറയുമ്പോൾ 48നേക്കാൾ ചെറിയൊരു സംഖ്യ കിട്ടുക. ഇവിടെ 4/3 48നേക്കാളും വലിയൊരു സംഖ്യ കിട്ടുക. അപ്പൊ ഈ പറഞ്ഞ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. ഓപ്ഷൻ എ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ 60ന്റെ 4/5 ഭാഗമാണോ അതോ 60ന്റെ 5/4 ഭാഗമാണോ വലുതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്തും ഈ 4/5 എന്ന് പറയുമ്പോൾ 60നേക്കാൾ ചെറിയൊരു സംഖ്യ കിട്ടുക. ഇതാണ് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി വലിയൊരു സംഖ്യ കിട്ടുക. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ പിന്നീട് വരുന്നത് ഈ 2 ഓപ്ഷൻ മാത്രമാണ്. 48ന്റെ 4/3 ഭാഗമാണോ അതോ 60ന്റെ 5/4 ഭാഗമാണോ വലുത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ വെട്ടിക്കളയാൻ പറ്റുമല്ലോ. 3ഉം 48ൽ പോകുമ്പോൾ 1 6 16 × 4 വരും. അതുപോലെ തന്നെ 60ൽ 4 പോകുമ്പോൾ 15. അപ്പൊ ഇങ്ങനെ കിട്ടും. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ 15 × 4 എന്ന് വെച്ചാൽ 60 പ്ലസ് ഒരു 15 കൂടി നമുക്ക് 75 കിട്ടും. അതുപോലെ തന്നെ 15 × 4 എന്ന് വെച്ചാൽ 60 പ്ലസ് 16 × 4 ആകുമ്പോൾ 4 കൂടി കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് 64 കിട്ടും. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതല്ലേ വലുത്. അപ്പൊ 60 × 5/4 ഭാഗം, അതായത് 60ന്റെ 5 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്.